എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 47 ശ്ലോകം 61, 62, 63 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് ഗോപസ്ത്രീകളുടെ ആ ശ്രീകൃഷ്ണനുള്ള ആ പ്രേമഭക്തി കണ്ടിട്ട് ഉദ്ധവന് ഇങ്ങനെ ഒരു ഭക്തി എനിക്കും ലഭിക്കണം, ഇതുപോലെയുള്ള ഭക്തി, ഗോപസ്ത്രീകളുടെ പോലെയുള്ള ഭക്തി വേണം എനിക്ക്. അതിന് അവരുടെ ആ പാദരേണുക്കളെ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉദ്ധവൻ ആ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളെ നമസ്കരിക്കുകയാണ്. ഇതാണ് വികാര നിർഭരമായിട്ടുള്ള അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 61. ആസാമഹോ ചരണരേണുജുഷാമഹം സ്യാം വൃന്ദാവനേ കിമപി ഉൽമലദൗഷധീനാം യാദുസ്ത്യജം സ്വജനമാര്യപഥം ചഹിത്വാ ഹേജുർ മുകുന്ദപദവീം ശ്രുതിഭിർവിമൃഗ്യ. സർവോത്തമങ്ങളായിരിക്കുന്ന ഗോപികളെ പോലെ തനിക്കും ശ്രീകൃഷ്ണ ഭക്തി അങ്ങനെ അധികരിക്കണം. പക്ഷെ ഈ പദവി എനിക്ക് സിദ്ധിക്കാൻ വളരെ പ്രയാസം തന്നെയാണ് എന്ന് ഉദ്ധവൻ വിചാരിക്കുക. ഗോപികളുടെ ഈ നില കിട്ടണമെങ്കിൽ അവരുടെ പാദധൂളിയുടെ ആശ്രയം തന്നെ വേണം. ലൗകിക വൈദിക മാർഗങ്ങളെ വലിച്ചെറിഞ്ഞ് കൃഷ്ണഭക്തിയെ മാത്രം ആശ്രയിച്ച് ഇവരുടെ പാദധൂളിയെ ശിരസാവഹിക്കത്തക്ക വിധം ഈ വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. വൃന്ദാവനെ ഗുൽമ ലത ഔഷധീനാം. വൃന്ദാവനത്തിലുള്ള വള്ളിക്കുടലുകള്, വള്ളികള്, ഔഷധികള്, ഇവയുടെ മധ്യത്തില് ഏതെങ്കിലും ഒന്നായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു. ഇതൊരു കീർത്തനമായിട്ട് ഒരു സംഗീതജ്ഞൻ ചൊല്ലി കേട്ടിട്ടുണ്ട്. പുല്ലായി ജനിക്കരുതോ ഒരു കല്ലായി ജനിക്കരുതോ. അങ്ങനെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു, ഒരു കല്ലായിട്ട്. അപ്പൊ ആ ഗോപികളുടെ ആ പാദധൂളി എനിക്കും ഏൽക്കാൻ സാധിക്കുമല്ലോ. അത്രയും മഹാത്മ്യാണെന്ന് അവരുടെ. എന്തുകൊണ്ടെന്നാൽ അവരുടെ പരമവൈരാഗ്യ സഹിതയായ ആ ദൃഢഭക്തി ആർക്കാ സിദ്ധിക്കുക? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ധർമ്മ കർമ്മ പദ്ധതികളും ലൗകിക ധർമ്മമായ പതിപുത്ര സ്നേഹഭാവമൊക്കെ എല്ലാം പരിത്യജിച്ച് മുക്തിപ്രദനായ ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഇങ്ങനെയുള്ള ആ ദൃഢഭക്തി ഇവർക്കല്ലാതെ മറ്റാർക്കുമില്ല എന്ന് നിശ്ചയം തന്നെ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് അർജുനോട് ഗീതയിൽ പറയണ്ടല്ലോ ഭഗവാൻ. എല്ലാ ധർമ്മങ്ങളും നിശേഷം ഉപേക്ഷിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് ഭഗവാൻ അർജുനോട് ഉപദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് പരമഭക്തിയുടെ പ്രേരണ നിമിത്തം മുകുന്ദപാദത്തെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഗോപികളുടെ നിലയെ ഉദ്ധവൻ സർവാത്മനാ ബഹുമാനിച്ചിരിക്കുകയാണ്. യാ വൈ ശ്രിയാർച്ചിതം അജാദിഭിരാപ്തകാമേ യോഗേശ്വരൈരഭി യഥാത്മനി രാസഗോഷ്ഠ്യാം കൃഷ്ണസ്യ ഭഗവതശ്ചരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹു പരിരഭ്യതാപം. ഇവരെ പോലെ ഭാഗ്യം സിദ്ധിച്ചവര് ആരാളുള്ളത്? മഹാലക്ഷ്മിക്ക് കൂടി ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നതാ പറയാണ് ഉദ്ധവൻ. യാതൊരു ഗോപസ്ത്രീകൾ ഭഗവാന്റെ പാദാരവിന്ദത്തെ കൈകൾ കൊണ്ട് തലോടി സ്തനങ്ങളിൽ എടുത്തു വെച്ച് ആ പരമാനുരാഗത്തോടെ ആലിംഗനം ചെയ്തു പോകും. അപ്പോ അവര് ഇതിനു മുമ്പ് അനുഭവിക്കാത്തതായ ആ അപൂർവ ആനന്ദത്തിന്റെ സ്വരൂപ സാക്ഷാത്കാരം അവർക്കുണ്ടായി. ബാക്കിയുള്ള എല്ലാ വിഷയ സുഖങ്ങളും അതെല്ലാം ദുഃഖസ്ഥാനങ്ങളാണെന്ന് അവരറിഞ്ഞു. അപ്പൊ അവരെന്താ സകലം ഉപേക്ഷിച്ചു. ഇങ്ങനെ ഈ പാദപത്മ ആലിംഗന ലാഭം ഇവർക്കല്ലാതെ മറ്റാർക്കും സിദ്ധിച്ചിട്ടില്ല. മാറിടത്ത് നിന്ന് പിരിയാതെ വസിക്കുന്ന മഹാലക്ഷ്മിയും കൂടി ഇത്ര സ്വതന്ത്രയായിട്ട് ആലിംഗന സുഖം അനുഭവിച്ചിട്ടില്ല. മഹാലക്ഷ്മി വളരെ ആദരത്തോടെ ആ പാദകമലത്തെ ഹൃദയമധ്യത്തിൽ ധ്യാനിച്ച്
പൂജിച്ചുകൊണ്ടിരിക്കണത് മാത്രമേ ഉള്ളൂ. ആലിംഗന സുഖം അനുഭവിച്ചിട്ടില്ല. അധികാരകാലം കഴിയുന്നത് വരെ ഭജിച്ചു സേവിക്കേണ്ട ബ്രഹ്മാവ്, പരമേശ്വരൻ മുതലായവരും യാതൊരു കാംക്ഷയുമില്ലാത്ത ആത്മാരാമന്മാരായ ജ്ഞാനികളും സർവയോഗങ്ങളിൽ വെച്ചും ഉത്കൃഷ്ടമായ ഭക്തിയോഗത്തെ ആചരിച്ചിരിക്കുന്ന ശുദ്ധ ഭക്തന്മാരും ആ പാദപത്മത്തെ മനസ്സിൽ തന്നെ പൂജിക്കണതേ ഉള്ളൂ. അവർക്ക് സാക്ഷാത്തായിട്ട് പൂജിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ചരണാരവിന്ദത്തെ ഈ വിധം ആലിംഗനം ചെയ്ത ഗോപികള് ബ്രഹ്മാദി ദേവന്മാരെക്കാളും ഉയർന്ന നില സിദ്ധിച്ചവർ തന്നെ. ഭഗവാന്റെ പാദാരവിന്ദത്തെ ഗോപികളെ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ മറ്റു സുഖസാധനങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിഷയ സുഖ സാധനങ്ങളെല്ലാം ഭഗവത്പാദ സാക്ഷാത്കാരം വരെ ആ സുഖാസ്പദങ്ങൾ എന്ന് തോന്നും. എപ്പോ ആത്മാവായ ഭഗവാന്റെ സാക്ഷാത്കാരമായ അനുഭവം ഉണ്ടാകുന്നുവോ അപ്പോ ആ മഹത്തായ ആനന്ദ സമുദ്രത്തിന്റെ ആ തുള്ളികളുടെ ആനന്ദത്തിന്റെ സംയോഗം കൊണ്ട് സുഖസ്ഥാനങ്ങൾ എന്ന് തോന്നിയ വിഷയങ്ങളെല്ലാം ആ സമുദ്രത്തിൽ അങ്ങോട്ട് മുങ്ങി പോവാണ്. പിന്നെന്താ, വേറെ ഒന്നും ഇതുപോലെ സുഖാസ്പദമാണ് എന്ന് തോന്നണില്ല. അതായത് ഇങ്ങനെയുള്ള ഭക്തിയിൽ മുങ്ങി പൊങ്ങിയിരിക്കുന്ന ഗോപികള് ലോകത്തിലുള്ള ഭർത്തൃ പുത്ര ധനധാന്യാദികളെ എല്ലാം മറന്നുകൊണ്ടിരുന്നു. വന്ദേ നന്ദവോ വ്രജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദി ഭുവനത്രയം. ഗോപികളുടെ ഭക്തി ആലോചിക്കുമ്പോൾ ഞാൻ ഏറ്റവും ക്ഷുദ്രൻ. എനിക്ക് ഇവരെ നേരിട്ട് നമസ്കരിക്കാൻ യോഗ്യതയില്ല. ഇവരോട് ചേർച്ചയുള്ള മറ്റു സ്ത്രീകളുടെയും പാദധൂളിയെ തന്നെ നമസ്കരിക്കുന്നു. അങ്ങനെ ഒരു അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ആ ഗോപി മാഹാത്മ്യങ്ങളെ ഇങ്ങനെ കീർത്തിച്ച ശേഷം ഉദ്ധവൻ ഗോപസ്ത്രീകളെ നമസ്കരിക്കുന്നത്. യാതൊരു ഗോപസ്ത്രീകൾ കീർത്തിച്ച ഹരികഥ 3 ലോകത്തിലുള്ള ജനങ്ങളെയും പരിശുദ്ധന്മാരാക്കി തീർക്കുന്നു. അവർ ഗാനം ചെയ്തത് കീർത്തിക്കുകയോ ആ കീർത്തനങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നവര് ശുദ്ധ അന്ധകരണന്മാരായി തീരുന്നു, ഹരിഭക്തിയുള്ളവരായി ഭവിക്കുന്നു. നന്ദഗോപന്റെ വ്രജത്തിൽ വസിക്കുന്ന ആ ഗോപികളുടെ വാതിരേണുവിനെ ഞാൻ നമസ്കരിക്കണം എന്ന് ഭക്തി ഉദ്രേകത്താൽ ദേഹം മുഴുവനും വിറച്ചും തൊണ്ട ഇടറിയും കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞ് ഗോപികളുടെ കാലടികൾ പതിഞ്ഞിരിക്കുന്ന ആ ഭൂരേണുക്കളിൽ ഉദ്ധവൻ കിടന്നങ്ങട് ഉരുളാണ്. ഇത്യുദ്ധവേന രചിത ഗോപീമാഹാത്മ്യ ബോധിക ഏഷാ പഞ്ചപദീ ഗീത പഞ്ചരത്നാന്യഹോ ധ്രുവം. ഏതാ പരം ധനുഭൃതോ എന്നുള്ള 58ാമത്തെ ശ്ലോകം മുതൽ 62 ഉൾപ്പെടെയുള്ള 5 പദ്യം ഗോപികളുടെ മാഹാത്മ്യം ബോധിപ്പിക്കാനായിട്ട് ഉദ്ധവൻ പാടിയതാണ്. ഉദ്ധവഗീത എന്നാണ് ഇതിനെ പറയുന്നത്. ഈ 5 പദ്യങ്ങള് പഞ്ചരത്നങ്ങളാണെന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. അതെ, ഈ പഞ്ചരത്നങ്ങൾ അടങ്ങിയ ഈ 5 ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. അതിന്റെ ചുരുക്കം 1. ഗോവിന്ദനായ ശ്രീകൃഷ്ണനിൽ പരമപ്രേമഭക്തി സിദ്ധിച്ച ഈ ഗോപികൾ തന്നെ ജന്മസാഫല്യം നേടിയവർ. മുമുക്ഷുക്കളും മുക്തന്മാരും ഭക്തന്മാരും മോഹിക്കുന്നത് ഈ ഗോപികളുടെ ഭക്തിഭാവത്തെയാണ്. 2. വിദ്യയോ ആഭിജാത്യമോ ഇല്ലാത്ത ഈ ഉൾനാടൻ സ്ത്രീകളുടെ അവസ്ഥ വിചാരിച്ചാൽ ഇങ്ങനെയുള്ള കൃഷ്ണഭക്തി സിദ്ധിക്കാൻ ഒരിക്കലും അവകാശമില്ല. ഭക്ത പാരിജാതമായ ഭഗവാൻ തന്നെ ഭജിക്കുന്നവർ ആരായിരുന്നാലും അധികാരി ഭേദം നോക്കാതെ അനുഗ്രഹിക്കും എന്ന് സ്പഷ്ടമായി. 3. രാസലീലയിൽ ഭഗവാന്റെ തൃക്കൈ പിടിച്ച് നടനമാടുമ്പോൾ ഈ വ്രജസുന്ദരികൾക്ക് ലഭിച്ച ഭഗവത് പ്രസാദം മഹാലക്ഷ്മിക്ക് കൂടി ലഭിച്ചിട്ടില്ല. 4. ലൗകിക വൈദിക മാർഗങ്ങളെ വലിച്ചെറിഞ്ഞ് കൃഷ്ണഭക്തിയെ മാത്രം ആശ്രയിച്ച് ഇവരുടെ പാദധൂളിയെ ശിരസാവഹിക്കത്തക്ക വിധം ഈ വൃന്ദാവനത്തില് ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ഞാൻ മോഹിക്കുന്നു. യാതൊരു പാദങ്ങളെ പൂജിച്ച് ലക്ഷ്മി ഭഗവതി ഐശ്വര്യദേവതയായോ ബ്രഹ്മശങ്കരാദികളെ യാതൊരു പാദപൂജ ചെയ്ത് സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യാൻ ശക്തന്മാരായോ അങ്ങനെയുള്ള ശ്രീകൃഷ്ണപാദങ്ങളെ രാസലീലയിൽ ഈ ഗോപികൾ അവരവരുടെ കുജങ്ങളിൽ അർപ്പിച്ച് സർവ്വതാപങ്ങളെയും നിശേഷം നശിപ്പിച്ചു. അതുകൊണ്ട് ഇവർ എനിക്ക് നമസ്കാരയോഗ്യതയുള്ളവർ തന്നെ. അങ്ങനെ ഗോപികളുടെ മഹാത്മ്യം പറഞ്ഞിട്ടാണ് ഉദ്ധവൻ നമസ്കരിച്ചത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.